कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കർക്കിടകത്തിലെ മറ്റൊരു ഞായറാഴ്ച ദിവസം. ഈ ദിവസവും കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ജീവിതത്തിൻ്റെ നന്മകളെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രഭാതമാകട്ടെ ഇത് എന്ന പ്രാർത്ഥന ഏവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നും ആ പ്രാർത്ഥനയുടെ ആത്മധൈര്യം ഓരോരുത്തരെയും ഒരു ദിവസത്തെ നന്നായി തുടങ്ങുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടി തന്നെ ഇന്നത്തെ ദിവസവും ആരംഭിക്കുന്നു. എല്ലാ തരത്തിലും പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് സാരം. അമ്മയുടെ വാക്കുകളാകുന്ന സൂര്യൻ ജ്വലിച്ചു നിൽക്കട്ടെ ഈ ദിവസമാകെ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കാലിൽ മുള്ളുകൊണ്ടാൽ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. മുള്ളെടുത്ത് കളഞ്ഞ് മരുന്ന് പുരട്ടണം. അതുപോലെ മിഥ്യാകാര്യങ്ങൾ ഓർത്ത് അവയ്ക്ക് വേണ്ടി വിഷമിക്കുകയും അവയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ആ കണ്ണുനീർ ഈശ്വരന് വേണ്ടിയാണെങ്കിൽ മനസ്സ് വൃത്തിയാകുന്നു. ഏത് പ്രതിബന്ധത്തെയും അതിജീവിക്കുവാനുള്ള ശക്തിയും ലഭിക്കുന്നു. അതിനാൽ എല്ലാം അവിടത്തേക്ക് സമർപ്പിച്ച് ശാന്തരാകൂ, ധീരരാകൂ. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി, ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി, ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയവുമായി. കഥയല്ലത് ജീവിതം. 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ഉദയമൃത്തിലെ രാമായണ പാരായണത്തിൽ സുന്ദരകാന്ഡമാണ് നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവം സുന്ദരമാക്കുന്ന, പാരായണം ചെയ്യുന്ന ആളുടെ മനസ്സിനെയും ചിന്തകളെപ്പോലും സുന്ദരമാക്കുന്ന സുന്ദരകാന്ഡം. അതിൽ വാക്കുകൾ അടുക്കിയിരിക്കുന്നത് അത്ര മനോഹരമായിട്ടാണ്. പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരകാന്ഡം. സുന്ദരകാന്ഡത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയേറെ നാം പറഞ്ഞു കഴിഞ്ഞു. ഹനുമത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരകാന്ഡത്തിലെ ഏറ്റവും ശക്തമായൊരു ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്ത് ശ്രവിക്കാൻ പോകുന്നത്. ലങ്കാദഹനം.
ലങ്ക എന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മോഹങ്ങളൊക്കെ ഭരിക്കപ്പെടുന്ന നമ്മുടെ ശരീരം, ആ ശരീരമാണ് ലങ്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദഹനം നടക്കുകയാണ്, ലങ്കാദഹനം. അവിടെ ഹനുമാൻ, ഗുരുവിൻ്റെ സാന്നിധ്യമായ ഹനുമാനാണ് എത്തുന്നത്, ലങ്ക ദഹിപ്പിക്കുന്നത്, അഹങ്കാരത്തെ ദഹിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് രാവണന് പോലും ആദ്യം ബോധ്യമുണ്ടാകുന്നത് തൻ്റെ ശത്രു താൻ കരുതുന്നതിനേക്കാൾ ശക്തനാണ് എന്ന്. അങ്ങനെ ഒരു ഗുരു സാന്നിധ്യം കൊണ്ട്, അഗ്നിയുടെ ജ്വാലകൾ കൊണ്ട് ഒരു പ്രകാശത്തെ നിറയ്ക്കുകയാണ് ലങ്കയിൽ. നമ്മുടെ ശരീരത്തെ എരിയിച്ചു കളയുന്നുവെന്നും അത് കഴിഞ്ഞിട്ട് മോക്ഷത്തിലേക്കുള്ള സഞ്ചാരമെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാളേറെ നമുക്ക് പറയാനാകുന്നത് തിരിച്ചറിവിനൊരു അഗ്നി വിശുദ്ധി നാം വരുത്തുകയാണ് ലങ്കാദഹനത്തിലൂടെ. ശ്രവിക്കാം ലങ്കാദഹനം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ നാരായണായ നമോ, നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ജഡിതി വസനേന വാൽവേഷ്ടിച്ചു വന്നിക്കൊളുത്തി പുരത്തിലെല്ലാടവും, രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ, നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിടും കപികുലം, തിലരസഗൃഥാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരേ. അതുലബലനചലതരമവിടമരുവീടിനാൻ നത്യായ തസ്തൂലമായിതു വാൽത്തതാ, വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതു വാലൂമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയനനിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിടിനാർ, അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ. തിലജഘൃത സുസ്നേഹ സംസിക്തവസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവനു വസനങ്ങളിലൊന്നിനെ സ്നേഹവുമെല്ലാം ഒടുങ്ങിത ശേഷവും. അലമലമിതമലനിവനെത്രയും ദിവ്യനീതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതി നലനമിനി വാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരു മധുപൊഴുതു തീ കൊളുത്തിടിനാർ പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ. ബലസഹിതമബലമിവ രജ്ജുഗണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപീവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയുമുടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനുമതികൃത ശരീരനായിടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമൊട്ടവനിത് ചപലമചല നിഭഗാത്രനായി ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ.
ചരമഗിരിഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയൊടുരസും അടവുയരുമിയലുന്ന രത്നോത്തുംഗ സൗദാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരമുടനുടനു പരിവേഗമോടുൽപ്ലുത്യ പിന്നെയുമുൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖില മനിനാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയം. പ്രകൃതി ചപലതയോടവനചലമോരോ മണി പ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാനും. ഗജതുരഗരതബല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മങ്ങളും അനലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. വിഭുതപതിയോടു നിശിചരാലയം എന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാധിയാ പാവകജ്വാലക ലംബരത്തോളമുയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂരി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂരി പരിപൂർണമായി വന്നീതദ്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. പാചകകലയിലെ വ്യത്യസ്ത രുചികൾ ആനിയുടെ പൊടിക്കൈയുമായി കൂട്ടിയിണക്കുന്ന അത്താഴ വിരുന്ന്. മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു. രുചികരവും ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കള. എനിക്ക് വേണ്ട പോഷകങ്ങൾ കംപ്ലീറ്റ് പണ്ടത്തെ സിനിമയിലൊക്കെ ആന്റിയുടെ സിനിമ ഇഷ്ടമാണോ? പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ആനി വർത്തമാനം പറയുന്നില്ലാണ് എനിക്ക്. വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. രാമായണത്തെ മനസ്സിലാക്കുക എന്നാൽ ഓരോരുത്തരും അവരുടെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കുക എന്നർത്ഥം. രാമായണത്തിൻ്റെ കഥാതത്വങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തിൻ്റെയും സൂക്ഷ്മവശങ്ങളിലേക്ക്, തത്വങ്ങളുടെ സൂക്ഷ്മതത്വങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതൊക്കെ ഒരു മനുഷ്യന് ഏറെ ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് രാമായണ തത്വങ്ങളെ നാം പാരായണം പോലെ തന്നെ വിശുദ്ധമായി കരുതി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ധനിമി ദിനത്തിൽ രാമായണ തത്വങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നത്. ശ്രവിക്കാം. രാമായണ കഥയിൽ വളരെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തമിഴ് പറയാം മറൈപ്പൊരുൾ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. അല്ല, അങ്ങനെ രഹസ്യങ്ങളൊന്നും വേണ്ട, ഒക്കെ പരസ്യമാക്കണം. പരസ്യമാക്കിയാലും രഹസ്യമായി തന്നെ ഇരിക്കും. മഹത്തായിട്ടുള്ള പല ഗ്രന്ഥങ്ങളുടെയും വിഷയം രഹസ്യമാണ്. അനുഭവം വെച്ച് പറയുകയാണ്, 10 പേജ് വായിക്കാൻ 1 കൊല്ലം മുഴുവൻ മാറ്റിവെക്കൽ നടക്കുള്ള കാര്യമാണ്. വായിക്കാനായിട്ട് മാത്രം ജീവിതം മാറ്റി വെച്ചവർക്ക് വരെ ഒരു പുസ്തകത്തിലെ 10 പേജിന് 1 കൊല്ലം അതിൻ്റെ മുകളിലിരിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. ആ കാരണം കൊണ്ടാണ് പലവരും പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ വേദിയിലും എല്ലാ കാര്യങ്ങളും പറയാറ് ഇല്ല. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ വേദിയിലേക്ക് ഉൾക്കൊള്ളേണ്ട ആളുകളോട് മാത്രമേ പറയൂ. പതഞ്ജലി മഹർഷി സംസാരിക്കുമ്പോൾ ഇമവെട്ടാതിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കും, അവരോട് പറയൂ. ഇന്നും നമ്മുടെ നാട്ടിൽ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ വെട്ടുന്നവർ ഉണ്ടെങ്കിൽ അവിടെ പറയുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയോ ഇതിലേക്ക് ശ്രദ്ധയില്ലാതെ ഇരിക്കുകയോ ചെയ്യുന്നവരോട്
പറയില്ല. ഇതിനെ സൂക്ഷ്മ രഹസ്യങ്ങൾ എന്ന് പറയും. അത് രഹസ്യമല്ല, ആവശ്യക്കാരന് കിട്ടും. ആവശ്യമില്ലാത്തവരോട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് പറയില്ല എന്ന്. രാമായണ കഥ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ വാൽമീകി രാമായണം എഴുതി തുടങ്ങി. സീത ജനിച്ചിട്ടേ ഉള്ളൂ. എത്രയോ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് രാമായണം. ഇവിടെ സീത ജനിച്ചപ്പോൾ തന്നെ സീതയെ രാമൻ കല്യാണം കഴിക്കുന്നത് മുതൽക്ക് ഗർഭിണിയായ സീതയെ ഇവിടെ കൊണ്ടുവന്നിട്ട് തൻ്റെ ആശ്രമത്തിൽ ആക്കി പോകും എന്ന് വരെ വാൽമീകിക്കറിയാം. വാൽമീകി അത് ശ്ലോകരൂപത്തിൽ ചൊല്ലി. ശിഷ്യന്മാർ അങ്ങനത്തെ ശിഷ്യന്മാരാണ്. അവർ ഈ രഹസ്യമൊന്നും പുറത്തു പറയില്ല. ഒന്നാമത് ഇത് രഹസ്യങ്ങളല്ല. ഇപ്പോഴും ആത്മജ്ഞാനം സിദ്ധിച്ചവർക്ക് ഭാവിയിലത്തെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. അങ്ങനെ പറയുന്നവരുണ്ട്. അവരാരും വേദനിപ്പിക്കില്ല, പറയാതിരിക്കുകയും ചെയ്യും. ഇത് 2 തത്തകൾ കേട്ടു. തത്തകൾ കേൾക്കുന്നതൊക്കെ ഏറ്റുചൊല്ലും. ശുഖത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. കേൾക്കുന്ന ശബ്ദമൊക്കെ ഏറ്റുചൊല്ലും. ഇത് ഇവിടുന്ന് കേട്ട് ചെറിയ കുട്ടികൾ ഈ ശബരിമല നോമ്പ് കാലത്ത് അയ്യപ്പ എന്ന് എല്ലാ കുട്ടികളും വിളിച്ച് പറയും. ബാക്കിയുള്ളവർ വിളിച്ച് പറഞ്ഞ് കേട്ടിട്ട് പറയുന്നത്. തത്തകൾ അങ്ങനെ പോയിട്ട് സീത കുട്ടിയായിരിക്കുമ്പോൾ ആ രാജ്യത്ത് ചെന്ന് ഇത് പാടി സീതയെ രാമൻ കല്യാണം കഴിക്കുന്നു. സീത കേട്ടു. ഈ തത്തകളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഒരു തത്തയെ പിടുത്തം കിട്ടി, കൂട്ടിലിട്ടു. ചൊല്ലുന്നത് രാമൻ എന്നെ രാമനൊന്നും കല്യാണം കഴിക്കണ്ട, ഭാവിയിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കുന്ന അമ്മ പറഞ്ഞപ്പോൾ പറ്റില്ല, അമ്മ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്ന് വെള്ളത്തോളിൻ്റെ കവിതയിലുണ്ട്. ആരും ചിരിക്കും. ചെറിയ കൊച്ചുകുട്ടിയായിട്ടുള്ള സീത പറയുന്നത്. കൂട്ടിക്കിടക്കുന്ന തത്ത ഗർഭിണി. ആ തത്ത കൂട്ടിക്കിടന്ന് ചത്തുപോയി. ആൺതത്ത അവിടുന്ന് ശപിച്ചു. ഒരു തത്തയുടെ ശാപം പോലും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ സീതയെ ബാധിക്കും. ഈശ്വരന് ശാപം ബാധിക്കും. ഈ തെറ്റിന് കാരാഗ്രഹവാസം സീത അനുഭവിക്കേണ്ടി വരും. ചെയ്ത തെറ്റിന് അനുഭവിക്കണം. അതിനെ കൂട്ടിലിട്ടില്ലേ? ഗർഭിണിയായ തന്നെ ഭർത്താവ് ഉപേക്ഷിക്കും. മറ്റേ തത്ത പറയും. ആ ആൺതത്ത ചത്തുപോയി. പിന്നീട് ജനിച്ചത് ഈ അലക്കുകാരനായിട്ടാണ്. ആ അലക്കുകാരനാണ് സീതയെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞത്. ആ കഥയുടെ അർത്ഥം നമ്മളൊന്ന് ആലോചിക്കും. ഒരു തത്തയുടെ ശാപം വരെ വിഷ്ണുപത്നിയായിരുന്നാലും അനുഭവിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ഈ തത്തകൾ ഇപ്പം എന്ത് തെറ്റേ ചെയ്ത്? തത്തകൾ വലിയൊരു തെറ്റ് ചെയ്തു. സൂക്ഷ്മജ്ഞാനം ആവശ്യമില്ലാതെ നാട് നീളെ വിളിച്ച് പറഞ്ഞ് നടക്കരുത്. ആർജിതജ്ഞാനം, സൂക്ഷ്മജ്ഞാനം. ഹിമാലയത്തിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഗുരുനാഥൻ ഒരു തവണയല്ല പല തവണ എന്നോട് പറഞ്ഞത്, ഇപ്പം നമ്മൾ പറയണ്ട, ഇതിങ്ങനെ പറയേണ്ടതല്ല, സൂക്ഷ്മജ്ഞാനമാണ്. അത് നമ്മൾ ഒരുങ്ങി ടൈമിൽ നിന്നും മാറി സമയത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നാം വരുമ്പോൾ മാത്രം പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തബോധത്തോട് കൂടിയിട്ട് ഒരു പ്രഭാഷണത്തിന് സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ മാത്രം പറയേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ട്. സൂക്ഷ്മജ്ഞാനം ഒരു ജ്ഞാനവും വിളിച്ചു പറയരുത്. അത് ശാസ്ത്രമാണെങ്കിലും ശരി, സ്കൂളിൽ കോളേജിലും പഠിക്കാനുള്ളതാണെങ്കിലും ശരി, ഏറ്റവും വലിയ ഒരു ശാസ്ത്രീയ രഹസ്യം ചിലപ്പോൾ അത് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ അത് കേട്ട ആൾ പ്രയോഗിക്കുകയാണെങ്കിൽ ലോകത്തിന് തന്നെ നാശമായിട്ട് മാറും. ആ കാരണം കൊണ്ടാണ് ഇത് പുരാണത്തിൻ്റെ മാത്രം കാര്യമല്ല.
ജീവിതത്തിലേക്ക് വരുമ്പോൾ വരെ ഏറ്റവും വലിയ ശാസ്ത്രീയ രഹസ്യങ്ങൾ പഠിക്കേണ്ടോ മാത്രം പഠിച്ചാൽ മതി. അതിനെ ഓപ്പണായിട്ട് എല്ലാ സ്ഥലത്തും വിളിച്ച് പറയുന്ന ശീലം നന്നല്ല. സൂക്ഷ്മജ്ഞാനം ശ്രദ്ധിച്ചു വേണം പ്രചരിപ്പിക്കാൻ. ഈ കാര്യത്തിൽ ഈ തത്തകൾക്കൊരു തെറ്റ് പറ്റി. ആ കാരണം കൊണ്ടാണ് രാമായണത്തിൽ ആക്ഷൻ റിയാക്ഷൻ, ഓരോ വ്യക്തി ചെയ്യുന്ന ഒരു കർമ്മം, ആ കർമ്മത്തിൻ്റെ റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരൂ. ഓരോ കർമ്മത്തിനും റിയാക്ഷൻ. രാവിലെ വേണ്ടാത്തൊരു വരി പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ തിരിച്ചടി. മധ്യവയസ്സ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, സിനിമയുടെ ഇൻ്റർവെല്ല് കഴിഞ്ഞ മാതിരിയാണ്. ഇൻ്റർവെല്ല് വരെ നടന്ന കഥയുടെ റിയാക്ഷനാണ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള കഥ. അപ്പോൾ ഒരു മധ്യവയസ്സ് വരെ ജീവിച്ച ആ ജീവിതത്തിൽ ഏതൊക്കെ കാര്യത്തിന് ആരൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ ആ പരിഹാസം മുഴുവൻ മടക്കി കിട്ടും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്, സംവിധാനം ആണ്. തത്തയാണെങ്കിലും മനുഷ്യനാണെങ്കിലും സകല ജീവജാലങ്ങളിലെയും കഥ രാമായണത്തിൽ ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇന്ന് നാം പാരായണം ചെയ്ത് ശ്രവിച്ചത് ലങ്കാദഹനമായതുകൊണ്ട് തന്നെ ആഞ്ജനേയ സാന്നിധ്യത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ് ഇത്. ആഞ്ജനേയ സമക്ഷത്തിൽ രാമായണ പാരായണത്തിൻ്റെ മുഴുവൻ നന്മകളെയും മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ നമുക്ക് സമർപ്പിക്കാം. അവിടെ ആത്മധൈര്യവും വിശ്വാസവും ഉണർന്നു നിൽക്കുമെന്നത് ഉറപ്പാണ്. ഉദയാമൃതത്തിൻ്റെ രാമായണ കാഴ്ചകൾ എല്ലാം തന്നെ വ്യക്തമായ ധാരണ നമ്മുടെ ഭാരതീയതയെക്കുറിച്ച് നൽകുവാൻ ഉതകുന്നതാണ് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ ദിവസവും എല്ലാ നന്മകളും നേർന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം പ്രഭാ